വളരെ വിശദമായി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. സ്മൃതി പരുത്തിക്കാട് നടത്തിയിട്ടുള്ളൊരു പരാമർശവും അതിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണത്തെയും കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞതാണ്. ആ സ്മൃതി പരുത്തിക്കാട് നടത്തിയിട്ടുള്ള ഒരു പരാമർശം എന്ന് പറയുന്നത്, വയനാട് പുനരധിവാസത്തിന് വീട് കിട്ടിയ ആളുകൾ 13ഓളം പേർ മുഖ്യമന്ത്രിയെ വന്ന് കണ്ടത് ഒരു നാടകമാണ് എന്നാണ് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞിരുന്നത്. അവർ അതിനുശേഷം വന്നിരുന്ന് ഗദ്ഗദാണ്ടയായി വിതുമ്പുന്നതൊക്കെ നമ്മൾ കണ്ടു. കാരണം അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വലിയ സൈബർ ആക്രമണമാണ് നേരിട്ടത് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, സ്മൃതി പരുത്തിക്കാട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ യുക്തിസഹമായിട്ടുള്ള കാര്യങ്ങളല്ല, വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ സ്മൃതി നടത്തിയിട്ടുള്ള നിരവധി പരാമർശങ്ങളുണ്ട്. അതൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് സ്മൃതിക്കെതിരെയുള്ള സൈബർ അറ്റാക്കിലേക്ക് കൂടി വരാം. സ്മൃതിയോട് വളരെ പോസിറ്റീവായൊരു ക്രിറ്റിസിസം എനിക്ക് പറയാനുള്ളത്, സ്മൃതി ഇന്ന് വന്നിട്ട് മാധ്യമത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്, പന്നികളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനില്ല, ഗുസ്തി പിടിക്കാൻ പോകരുത്. കാരണം നമ്മളുടെ ദേഹത്തും ചെളിപറ്റും, അവരുടെ ദേഹത്തും ചെളിപറ്റും, നമ്മൾ നാറും. അതുകൊണ്ട് തന്നെ പന്നികളുമായിട്ട് ഗുസ്തി പിടിക്കരുത് എന്നുള്ളതാണ് സ്മൃതി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അത് സ്മൃതി ഭഗ്യന്തരേണ ഒരു മറുപടി കൂടി പറഞ്ഞതാണ്. അതൊക്കെ ശരി തന്നെയാണ്. സ്മൃതിക്കെതിരെയുള്ള സൈബർ അറ്റാക്കുകൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ് എന്ന് ഞാൻ പറയട്ടെ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. നമ്മുടെ ചില ആളുകൾ സ്മൃതിക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ധാരണ വരുത്തിക്കൊണ്ടും സ്മൃതിയെ മോശക്കാരാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങളിലേക്ക് വരാം. അതിന് തൊട്ട് മുമ്പ് ഞാൻ സ്മൃതി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുടെ അബദ്ധങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് വരാം. സ്മൃതി ആദ്യം പറയുന്നത് നിസ്സാര പ്രശ്നമാണ് വയനാട് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫണ്ട് മുക്കിയത് കോൺഗ്രസ്. അത് നിസ്സാര പ്രശ്നമല്ല സ്മൃതി. അതൊരിക്കലും ഒരു രക്തസാക്ഷി ഫണ്ടുമായിട്ടോ മറ്റേതെങ്കിലും തട്ടിപ്പായിട്ടോ ഒന്നും നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയുന്നതല്ല. ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദമായി വീഡിയോ ഇട്ടതാണ്. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഒരു പാർട്ടി ഒന്നടങ്കം തന്നെ, സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ പണം മുക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ കാര്യമല്ല. രണ്ടാമത്തത് സ്മൃതി പറയുന്നത് CMDRFൻ്റെ ഫണ്ട് അതിൽ കണക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റ അസംബന്ധമാണ്. അതിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. നേറ്റിവിറ്റി കാർഡ് ഉഡായിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതൊരു ഇനീഷ്യേറ്റീവാണ് എന്ന് കാണാൻ സ്മൃതിക്ക് കഴിയാത്തത് വലിയ തോതിലുള്ള വൈര്യനിരാധന ബുദ്ധി മനസ്സിലുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷത്തിനും പിണറായി വിജയനുമെതിരെ. നാലാമത്തേത്, അവിടെ ആളുകൾ താമസം തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും സ്മൃതി അറിയേണ്ട ഒരു കാര്യം, ഒരു വീട് അങ്ങനെ തന്നെ റെഡിയായി അവരുടെ കയ്യിലേക്ക് താക്കോൽ കിട്ടിയിരിക്കുന്നു. ഇനി വൈദ്യുതിയും വെള്ളവും കൂടി എത്താനുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആശ്വാസം എന്താണ് എന്ന് കാണാതെ കുറ്റം കണ്ടെത്താൻ വേണ്ടിയിട്ട് മാത്രം ഒരു കുറ്റം പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രൊജക്റ്റ് കേരളത്തിൽ ആദ്യമാണ്. ഇത്രയും ഗംഭീരമായി മനോഹരമായി പണിയെടുപ്പിച്ചൊരു പ്രൊജക്റ്റ് ആദ്യമാണ് എന്നുള്ളത് കൂടി നമ്മൾ സമ്മതിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ സ്മൃതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ പണിയല്ല ഇത്, ഇത് വീട് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ആരും പറഞ്ഞില്ല പ്രതിപക്ഷത്തോട് ഇത് ഏറ്റെടുക്കാൻ. അവർ ഈ കാശ് പിരിക്കാനുള്ള വ്യഗ്രത കൊണ്ട് അവരിത് ഏറ്റെടുത്തതാണ് എന്നുള്ളത് സ്മൃതി കാണാതെ പോകുന്നു എന്ന് പറയുന്ന എനിക്ക് വിമർശനമുണ്ട്. പിന്നെ സ്മൃതിയുടെ ഏറ്റവും വലിയൊരു കമൻറ്റ് എനിക്ക് തോന്നിയത്, അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാതെ വിട്ടുപോയതാണ്. അത് VD സതീശൻ ഗോൾവാൾക്കറുടെ മുമ്പിൽ വിളക്ക് കത്തിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ സ്മൃതി പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ളൊരു ന്യായമാണ്. അത് ചിത്രത്തിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിച്ചതല്ല, പകരം വിളക്ക് കത്തിച്ചപ്പോൾ ചിത്രം പുറകിൽ കൊണ്ടുവന്ന് വെച്ചതാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സതീശൻ കാണാതെ വെച്ചതാണെന്നാണോ സ്മൃതി പറയുന്നത്? സതീശന് പോലും ഇല്ലാത്ത ന്യായീകരണമാണ് സ്മൃതി പറയുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ സ്മൃതിക്ക് അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. അത്തരത്തിൽ വിരോധമുണ്ടാകാനൊക്കെ പല കാരണങ്ങളും ഉണ്ടാകും. അതുണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രീയമായ വിമർശനങ്ങളൊക്കെ നടത്തിക്കോട്ടെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, സ്മൃതിക്കെതിരെ നടത്തുന്നത് അങ്ങേയറ്റത്തെ അന്യായമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള വിമർശനങ്ങളാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാധ്യമ വേശ്യ പോലെയുള്ള മോശപ്പെട്ട പരാതികൾ, സതീശൻ്റെ, ഞാൻ ആ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല, അത്തരത്തിലുള്ള പല മോശപ്പെട്ട പരാമർശങ്ങൾ, വെപ്പാട്ടി എന്ന് പറഞ്ഞ പരാമർശങ്ങൾ, രാക്ഷസി എന്ന് പറഞ്ഞ പരാമർശങ്ങൾ, ഇതെല്ലാം നടത്തുന്നത് കൂടാതെ എനിക്ക് വലിയ മാതൃകയായി തോന്നിയത് MA ബേബി പറഞ്ഞു, ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞു. ആ MA ബേബിയോടൊപ്പമാണ് ഞാൻ. CPMൻ്റെ സംസ്ഥാന നേതൃത്വവും അത്തരത്തിലുള്ളൊരു നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ പ്രശസ്തരായിട്ടുള്ള നേതാക്കന്മാർ പലരും അത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയത് ഞാൻ കണ്ടു. പക്ഷെ താഴേക്കിടയിലുള്ള സൈബർ അടികൾ ഉറഞ്ഞു തുള്ളുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ തന്നെ ഈ നേരത്തെ പറഞ്ഞ രാക്ഷസി ഇതുപോലെയുള്ള മോശപ്പെട്ട പരാമർശങ്ങളൊക്കെ നടത്തുന്നത് അങ്ങേയറ്റം മോശമാണ്. മറ്റൊരു കേരളത്തിലെ ഏറ്റവും കൂടുതൽ റീച്ചുള്ള ഒരു ചാനൽ നടത്തുന്ന വലിയൊരു വ്യക്തിത്വം തന്നെ അദ്ദേഹത്തിൻ്റെ തംബ്നെയിലിൽ തന്നെ കൊടുക്കുന്നത് മാധ്യമ വേശ്യ സതീശൻ്റെ വെപ്പാട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതായത് ഈ പറയുന്ന കാണ് എന്ന് പറഞ്ഞാൽ അത് സ്മൃതി അനുകൂലിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷെ ആ വീഡിയോയിൽ പോലും ഇത്തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതും തംബ്നെയിലായി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റത്തെ മോശമാണ്. ഇവരൊന്നും സ്മൃതിക്ക് ഈ പറഞ്ഞ പോലെ ഒപ്പം നിൽക്കുന്നവരല്ല, സ്മൃതിയുടെ ഈ പറഞ്ഞ പോലെ വേദനകൾ ഉൾക്കൊള്ളുന്ന ആളുകളല്ല. പക്ഷെ പകരം
കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരും ഈ പറഞ്ഞ പോലെ ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഇതങ്ങോട്ട് ഉപയോഗപ്പെടുത്താം എന്ന് വിചാരിച്ച് മാത്രമാണ് ഈ പണി ചെയ്യുന്നത്. ഇനി അടുത്തൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടി സുജയ പാർവതി പോയതിന് ശേഷം കുറച്ചൊന്ന് താഴേക്ക് പോയിരുന്നു. അത്തരത്തിലുള്ള നമ്മുടെ ചാനലുകളുടെ ഒരു സ്വഭാവം തന്നെ മാറി വരുന്നുണ്ട്. നമ്മുടെ ചാനലുകളിലൊക്കെ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് അവിടെ യഥാർത്ഥത്തിൽ ഓരോ ചാനൽ ചർച്ചകളിലും തന്നെ വില്ലനെയും അതുപോലെ തന്നെ നായകനെയും സൃഷ്ടിക്കുന്ന പതിവിലേക്ക് നമ്മുടെ ചാനൽ ചർച്ചകളൊക്കെ പോയിരുന്നു. എന്ന് പറഞ്ഞാൽ സൈബർ ഇടങ്ങളിൽ റീലുകൾ ഉണ്ടാക്കാനും അടിച്ച് താഴെയിട്ടു ഇപ്പറഞ്ഞ അണ്ണാക്കിൽ കൊടുത്തു എന്നൊക്കെ പറയുന്ന പോലെയുള്ള വാചകങ്ങൾ ഉപയോഗിക്കാനും വേണ്ടിയുള്ള പെർഫോമൻസുകൾ പലതും ന്യൂസ് ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിപ്പോൾ 24 ന്യൂസ് ആണെങ്കിലും അതുപോലെ ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് ആണെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു എതിരാളി ഉണ്ടാവുക, ആ എതിരാളി അടിച്ചിടുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഒരു ഇടി കാണാനും ആ വില്ലൻ വീഴുന്നത് കാണാനും ഒക്കെയുള്ള ഒരു മനസ്ഥിതിയോടുകൂടി നമ്മൾ നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇത് ഒരു നാച്ചുറലായി സംഭവിച്ചൊരു കാര്യം മാത്രമല്ല, സുജയ പാർവതി മീറ്റ് ദ എഡിറ്റേഴ്സിൽ നിന്ന് പോയതിന് ശേഷം നേരത്തെ സുജയ പാർവതിയും അരുണും തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞ് പേന വലിച്ചെറിയുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ അവർക്ക് ഒരുപക്ഷെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ റീച്ച് കൂടും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ തന്നെ അങ്ങനെ അല്ലാതിരുന്നുകൊണ്ട് പലപ്പോഴും അതിൻ്റെ റീച്ച് കുറയുന്നതായി തോന്നിയപ്പോൾ സ്മൃതിയോട് കുറച്ചും കൂടി കടുപ്പിച്ചോളാൻ പറഞ്ഞതുകൊണ്ട് കൂടിയാണ് സ്മൃതി കടുപ്പിച്ചിട്ടുള്ളത്. പക്ഷേ സ്മൃതി അങ്ങനെ കടുപ്പിക്കുമ്പോൾ സ്മൃതി കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ കൃത്യമായി കാര്യം പറയുമ്പോൾ സ്മൃതി പറയുന്നത് ഒരു ലോജിക്കില്ലാത്ത പല വാദങ്ങളും പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ കടുപ്പിക്കുമ്പോൾ അരുൺകുമാറും അതുപോലെ ആൻറ്റോ അഗസ്റ്റിനും ഒക്കെ തന്നെ അവിടെ ഷൈൻ ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി അതിനെ തകർക്കാൻ കഴിയുന്ന, കാരണം അത്തരം നിസ്സാരമായിട്ടുള്ള ഫ്ലിംസി ആയിട്ടുള്ള പോയിന്റുകളാണ്. അപ്പോൾ അതിനെയൊക്കെ തന്നെ തകർക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതിൽ സ്മൃതി കഴിഞ്ഞ ഒരു തവണ പറഞ്ഞ മറ്റൊരു വാചകവും കൂടി ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്മൃതി പറഞ്ഞിട്ടുള്ള ഒരു മാസ് ഡയലോഗ് എന്ന് പറയുന്നത്, പിണറായി വിജയൻ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ ഒരിക്കൽ പോലും നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിമർശിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സെക്കൻഡുകൾ പോലും വേണ്ടി എന്നാലും ഉടനെ തന്നെ 32 എണ്ണമുണ്ട്, അതിൽ ഒരെണ്ണം കേൾപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിക്കുന്ന ഒരു പ്രസംഗം തന്നെ കൃത്യമായിട്ട് അരുൺകുമാർ കേൾപ്പിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ചാനലിൻ്റെ റേറ്റിംഗുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നാടകങ്ങൾ കൂടി ഇതിനകത്ത് ഉണ്ടാവുക. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതൊരു മാധ്യമ പ്രവർത്തകയാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വെർബൽ റേപ്പിസ്റ്റുകൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നത് ഏതൊരു പാർട്ടിക്കും നല്ലതല്ല. ആ പാർട്ടിയുടെ വലിയ നേതാക്കൾ തന്നെ പറഞ്ഞു വിലക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ തന്നെ പിന്നീട് തങ്ങൾക്ക് കുരിശായി തീരും എന്നുള്ള ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് കുറച്ചുകൂടി സഹിഷ്ണുതയുള്ള ആളുകളാണ്. അവരെ വിമർശിച്ചാൽ നമുക്ക് വലിയ എതിർപ്പോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഷാഫി പറമ്പിലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വിമർശിച്ചു നോക്കൂ. ഇതുപോലെ തന്നെയുള്ള ഒരു സംഘം നമ്മുടെയൊക്കെ വീഡിയോകളുടെ താഴെ വന്ന് ഇതുപോലെയുള്ളേക്കാൾ വൃത്തികെട്ട രീതിയിലൊക്കെ സംസാരിക്കുന്നത് കേൾക്കാം. അതുകൊണ്ട് ആരുടെയൊക്കെ നേരെയാണെങ്കിലും പ്രത്യേകിച്ചും ഒരു വനിതയുടെ നേരെയാവുമ്പോൾ ആ വനിത എന്നുള്ള നിലക്ക് ആക്രമിക്കാനും ഈ പറഞ്ഞ പോലെ മറ്റു പല ആരോപണങ്ങൾ ഉന്നയിക്കാനും ഒക്കെ പോകുന്നതിന് മുമ്പ് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വസ്തുതകൾ കൊണ്ട് മറുപടി പറയുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സ്മൃതി പരുത്തിക്കാടിനോട് എനിക്ക് പറയാനുള്ളത്, അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള തംബ്നെയിൽ ഇടുന്നവരെയും കൂടി സ്മൃതി മനസ്സിലാക്കുകയും അകറ്റി നിർത്തുകയും വേണം എന്നുള്ളത് കൂടിയാണ്. ഈ റേപ്പുകളെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് താങ്കൾ ഇവിടെ തുടരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.